എല്ലാം മേളിൽ പണം നിൽക്കുന്നുണ്ട് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ പറയുന്ന ഒരു 5 സിനിമ പോയി കണ്ടു കഴിഞ്ഞാൽ കിട്ടുന്ന സന്തോഷം തന്നെ കൂടുതൽ അക്കൗണ്ടിൽ പണം കിടക്കുമ്പോൾ എനിക്ക് കിട്ടും. അതുകൊണ്ട് ഞാൻ പേഴ്സണലി ചോദിക്കുകയാണെങ്കിൽ പണത്തിനാണ് ഈ നാട്ടിൽ നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അപ്പൊ നിങ്ങൾ ഈ പണം എന്ന് പറയുന്നത് പണത്തിന് വേണ്ടിയാണ് നിൽക്കുന്നതെന്ന് പറയുന്നു. ബട്ട് അൾട്ടിമേറ്റ്ലി നിങ്ങൾ ഒരു സ്റ്റേജിൽ എത്തും. പണം വലിയ സംഭവമൊന്നും അല്ലാത്തൊരു സ്റ്റേജിൽ എത്തുമ്പോൾ എന്താണ് അന്നേരത്തെ പ്ലാൻ? എന്താണ് അന്നേരം മനസ്സിന് എന്ത് തോന്നുന്നു അവിടെ പോകും. അതിപ്പോൾ നാടായിക്കോട്ടെ, ചിലപ്പോൾ ദുബായ് ആയിക്കോട്ടെ. എന്തിനേറെ ദുബായ് വരെ ഞാൻ ചിന്തിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ഓസ്ട്രേലിയ പലരും പോകുന്നുണ്ട്. അതിപ്പോൾ ഒരു നാടെന്നുള്ളതിന് എനിക്കൊരു പ്രാധാന്യം ഇല്ല. നമ്മൾ എവിടെ നിൽക്കുന്നോ അവിടെ നമുക്ക് കംഫർട്ടബിൾ ആയി നിൽക്കാൻ പറ്റണം. അതിന് പണം വേണം. സ്വന്തം നാടുമായിട്ട് ഒരു ബന്ധവും ഇല്ല എന്നുള്ളതാണ്. ഞാൻ ഏകദേശം ഈ പറഞ്ഞ പോലെ പറയുന്ന പോലെ 15 വർഷത്തോളം ഞാൻ ഇവിടെ നിൽക്കുന്ന ഒരാളാണ്. ഈ 15 വർഷം എന്ന് പറയുമ്പോൾ 18 വയസ്സിലാണ് ഇവിടെ വന്നത്. അപ്പോൾ ഈ 18 വയസ്സിൽ വന്നത് കാരണം തന്നെ എനിക്കുള്ള സുഹൃത്തുക്കൾ വലയങ്ങൾ വളരെ കുറവാണ്. കാരണം ആ ഒരു കാലഘട്ടത്തിന് ശേഷം എനിക്ക് അതുകൊണ്ട് അവിടെ ഇപ്പോൾ ആരെയും മിസ് ചെയ്യാനോ ഒന്നുമില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ച് നാടെന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ നാട്ടിലെ നല്ല ഭക്ഷണം. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഇപ്പം നമ്മുടെ ഈ പുതിയ ജനറേഷൻ പിള്ളേരോട് പഠിക്കാൻ വരുന്ന പിള്ളേർ 18 വയസ്സ് വന്നാൽ ഈ ഒരു ചിന്താഗതി ആയിരിക്കാം. 100%.